ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊറിയൻ ട്രെൻഡാണല്ലേ. അത് ഡ്രസ്സായാലും ശരി, ഡാൻസ് ആയാലും ശരി, പാട്ടായാലും ശരി, പിള്ളേർക്കൊക്കെ കൊറിയനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ കൊറിയൻ ഫുഡാണുള്ളത്. ബബിൾ ടീ ആൻഡ് കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിവിടെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ ഫുഡ് കഴിക്കണമെന്ന് കുട്ടികൾ കുറേ കാലമായിട്ട് പറയുന്നു. അവരുടെ ഫേവറേറ്റ് കൊറിയൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. പിന്നെ വല്ലപ്പോഴും നമുക്കൊരു ചേഞ്ച് ആവശ്യമല്ലേ. എപ്പോഴും ചോറും കറിയും മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ആട്ടോ. ഇത് അടിപൊളിയാണ്. എനിക്കെന്തോ KFC അവിടെയുള്ള ആ ടൈപ്പ് ചിക്കനൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഇത് നല്ല സോസിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ നോക്കൂ, അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അധികം ആൾക്കാരും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ നല്ല വൈബാണ്, എന്താ പറയുക, നല്ല ആംബിയൻസ് ആണ്. പിന്നെ എല്ലാം നമുക്കിതാ ഇതിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വിത്ത് റേറ്റ് ഞാൻ വിചാരിച്ച പോലെ അത്ര കൂടുതലൊന്നുമല്ല, നല്ല റീസണബിളാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും അവരുടെ ആഗ്രഹം നമുക്ക് സാധിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മോബ. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ കൊറിയനിൽ ട്രൈ ചെയ്യേണ്ടത് ഒന്ന് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ ബബിൾ ടീൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. സ്ട്രോബെറി ആയാലും എല്ലാം. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു റാപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കൻ ഫിൽഡ്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്, ഒരുപാട് ചീസൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ അത് മറ്റേ സിസ്ലറെല്ലാം സെർവ് ചെയ്യുന്ന ആ ഇതിൽ നല്ല ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ അവർ തന്നത്. അപ്പോൾ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയല്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ചീസ് ബോൾസാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതാണ് ഹൈലൈറ്റ്, നൂഡിൽസ്, പിന്നെ ഒരുപാട് വെജിറ്റബിൾസ്, പിന്നെ ലിക്വിഡ് ഫോമിൽ എന്തൊക്കെയോ സോസൊക്കെ ഇട്ട്, പിന്നെ അതിൻ്റെ മേലെ ബോയിൽഡ് എഗ്സ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എന്താണെന്നറിയില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. അതായത് നമ്മുടെ സോസിൻ്റെ ഒക്കെ ഇത് പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. ഇതിന് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റ് പോയാൽ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ബബിൾ ടീ. അപ്പോൾ ഇതാണ് എൻ്റെ കൊറിയൻ ഫുഡ് ജേർണി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.